നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിതം തദ്ദൂരേത്യഫലം യദൗപനിഷത് ജ്ഞാനോപലഭ്യം പുനാ തത്തു അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. വിഹിതകർമ്മം ഫല ഇച്ഛ കൂടാതെ അനുഷ്ഠിക്കുക എന്നാണല്ലോ കർമ്മയോഗം. അതിൻ്റെ ഫലം വളരെ വൈകിയേ ലഭിക്കുകയുള്ളൂ. ഫലം ലഭിക്കുക തന്നെ ചെയ്യും, അത് താമസിച്ചായിരിക്കുമെന്ന് മാത്രം. ഉപനിഷത് പഠനം കൊണ്ട് ജ്ഞാനം സമ്പാദിക്കാം, ജ്ഞാനയോഗം അനുഷ്ഠിക്കുകയും ചെയ്യാം. പക്ഷെ അത് അത്ര കൊണ്ട് വ്യക്തമാകാത്തതിനാൽ മനസ്സിൽ ഉറച്ചിരിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. അതിനാൽ ഗുരുവായൂരപ്പ, ഭക്തി തന്നെയാണ് ശ്രേഷ്ഠവും ശ്രേയസ്കരവും എന്ന് ആചാര്യൻ ഗുരുവായൂരപ്പനോട് തന്നെ പറയുകയാണ്. ഇവിടെ കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഭക്തിയോഗമാണ് ശ്രേഷ്ഠമായതെന്നും അത് എന്തുകൊണ്ടാണെന്നും പറയുന്നു. ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ പിന്നെ അത് വർദ്ധിക്കുകയേ ഉള്ളൂ. ആ ഭക്തി നിഷ്കാമമായി കഴിഞ്ഞാൽ ശ്രേയസ്കരമാണ് താനും. ആ ഭക്തിയുടെ പ്രയാസം എത്ര മഹത്തരമാണെന്നും ഭാഗവതത്തിൽ നിന്നും തിരിച്ചറിയുവാനും ആവുന്നതാണ്. ഭക്തി കൊണ്ട് അനുഗ്രഹം നേടിയ അനേകം പേരുടെ കാര്യവും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഉദാഹരണം പ്രഹ്ലാദൻ്റെ കാര്യം, ധ്രുവൻ്റെ കാര്യം, കുചേലൻ്റെ കാര്യം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭക്തിയാണ് പ്രാധാന്യം. പണത്തിനോ അതിലുപരിയായിട്ടുള്ള ജ്ഞാനത്തിലോ ഒന്നിനും ഒരു പ്രാധാന്യമില്ല. ഭക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ കളിയാടും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രമുണ്ടെങ്കിലേ വിളമ്പുവാൻ കഴിയുകയുള്ളൂ. ഒരു കലം നിറച്ച് ചോറിരുന്നാലും കറികളും ഒക്കെ ഉണ്ടായിരുന്നാലും ശരി, അത് വിളമ്പുവാനുള്ള പാത്രം വേണം എന്ന് പറയുന്ന പോലെയാണ് ഈ ലോകത്തിൽ അനേകായിരം ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ ഭഗവാൻ അനുഗ്രഹിക്കുവാൻ തയ്യാറായി ഗുരുവായൂരപ്പൻ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് ഭക്തിയുള്ള മനസ്സില്ലാതെ ഭഗവാൻ അവിടെ എങ്ങനെ വിളമ്പും? അപ്പോൾ നമ്മൾ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ പരീക്ഷിക്കും ഭഗവാൻ. തീർച്ചയാണ് നമ്മൾ ഭഗവാനിലോട്ട് അടുക്കുകയെന്നറിയുമ്പോഴത്തേനും കള്ളക്കണ്ണൻ ഓടി ഒളിക്കും. നമ്മൾ പുറകെ ഓടണം, ഭഗവാൻ കളിപ്പിക്കും. അപ്പോൾ അങ്ങനെ കളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പുറകെ ഓടിയാൽ ഭഗവാന് നമ്മളെ ഇഷ്ടം ഉണ്ടായിട്ടാണല്ലോ, നമ്മളൊരു നോട്ടം ഉണ്ടായിട്ടാണല്ലോ ഭഗവാൻ ഓടുന്നേ. അപ്പോൾ നമ്മൾ പുറകെ ചെന്നില്ലെങ്കിൽ ഭഗവാന് വിഷമം ഉണ്ടാവും. ഭഗവാൻ തിരിഞ്ഞു നോക്കും നമ്മൾ ചെല്ലുന്നുണ്ടോ എന്ന്. ചെല്ലുന്നുണ്ടെങ്കിൽ, ഭഗവാൻ തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക ഭഗവാന് നമ്മളെ ഇഷ്ടമായി തുടങ്ങി. അപ്പോൾ ആ പരീക്ഷണങ്ങൾ കുറയും, നമ്മുടെ സങ്കടങ്ങൾ ഭഗവാൻ കേൾക്കും, ശേഷം നമുക്ക് അനുഗ്രഹം നൽകും. നമ്മുടെ പ്രാർത്ഥന എന്താണോ, നമ്മൾക്ക് വേണ്ട അനുഗ്രഹം എന്താണോ എന്ന് ഭഗവാനോട് മനസ്സിലിരുത്തി പ്രാർത്ഥിച്ച് നാരായണീയം നിരന്തരമായി വായിക്കുക, ശ്രവിക്കുക ഒക്കെ ചെയ്താൽ പൂർണ്ണമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നതാണ്. ഇനി നിങ്ങൾക്ക് നാരായണം പഠിക്കാൻ അറിയത്തില്ല, അല്ല വായിക്കാൻ അറിയില്ലെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്കതിൻ്റെ അകത്ത് തന്നെ പഠിക്കുവാനും ഒക്കെയുള്ള മാർഗം ഉണ്ടാക്കാം. ഓം നമോ നാരായണായ.